ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആര്യന് കൊടുത്തേക്കുന്ന ആ ഒരു സീക്രട്ട് ടാസ്ക്. കാരണം ഇത്രയും രസകരമായിട്ടുള്ള ഒരു ടാസ്ക്, ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി തന്നെ കണ്ടുകൊണ്ടിരുന്നേക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. മാത്രമല്ല ശൂന്യതയിൽ നിന്നും ബിഗ് ബോസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ 10-11 പേരെ വെച്ചിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലടേ, പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഈ ഷോനവാസിന്റെ കുറെ വെറുപ്പീരും മറ്റേ മീശിപിരി അങ്ങനെ കുറച്ച് സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തത്. അത് ആരിന് കൊടുത്തു. ആരിന് കൊടുത്തതിന്റെ റീസൺ എന്താണ്? ആ ഒരു ഡാൻസ് മാരത്തോണിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയെന്ന കാരണത്താലായിരുന്നു ഈ പറയുന്ന ആരിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് തന്നെ ആര്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആര്യൻ സത്യം പറഞ്ഞ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മൈൻഡ് ഗെയിമർ അല്ല. ഇത്തരത്തിലുള്ള ടാസ്കുകൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉള്ള ഈ ഒരു റോഡീസ് പോലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ അല്ലേ, അത്തരം ഷോസിലൊക്കെ ആണെങ്കിൽ കിടിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ആര്യൻ എന്ന് പറയുന്നത്. ഒരു മൈൻഡ് ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഒരു മൈൻഡ് ഗെയിമർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിന്നേക്കുന്ന അക്ബർ, ഈ പറയുന്ന പോലെ സാബു മാന്, ലക്ഷ്മി, ബിന്നി, ഇവരൊക്കെ അത്യാവശ്യം നൈസായിട്ട് ചെയ്യുന്നു. പാളിപ്പോയത് ഷോനവാസിൻ്റെയാണ്. അത് തന്നെയാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് ഷോനവാസിന്റെ കാര്യത്തിൽ പാളിപ്പോയി അല്ലേ എന്നുള്ള രീതിയിൽ. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടാസ്ക് കൊടുത്തപ്പോഴത്തേക്കിന് അത് അടിപൊളിയായിട്ട് ചെയ്യാനുള്ളതിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയാണ് ഷോനവാസ് ചെയ്തേക്കുന്നത്. ഷോനവാസിന് ഉടനെ അവൻ്റെ നിക്കറിനിടയിൽ ഇരിക്കുന്ന എന്താണെന്നുള്ളത് കാണണം, നീ അതെടുത്ത് കാണിച്ചേ പറ്റുള്ളൂ. എന്നിട്ടും ആരും ഫോണാണെന്ന് പറയാതെ വേറെന്തോ ഡിവൈസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡബിൾ ഗെയിം കളിച്ചെന്ന് പറഞ്ഞാൽ ഷോനവാസിന് താല്പര്യം ഇല്ലേ വേണ്ട, നേരെ പോയിട്ട് ആദില, നൂർ ഇവരുടെ അടുത്ത് പോയി സംസാരിക്കുക, സീക്രട്ട് ടാസ്ക് നടക്കണം, അങ്ങനെ എന്നൊക്കെ. ഓക്കെ, ഈ പറയുന്ന പോലെ എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഗെയിം നടക്കണം എങ്കിൽ കൂടിയാണ് ഇത് കുറച്ചുകൂടെ അടിപൊളിയാകുക. പക്ഷേ ഈ എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ഓപ്പോസിഷൻ വരേണ്ടത് എങ്ങനെയാണ്, ഇവർ സ്വയമേ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനൊരു രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇത് ആരിനായിട്ട് തന്നെ അങ്ങോട്ട് കൂടെ ചേരാനെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോയി നിന്നെ എന്നിട്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുള്ള ആ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ രീതിയിലായിരുന്നു ഷാനവാസ് പിന്നീട് പെരുമാറുണ്ടായിരുന്നത്. സത്യം പറയല്ലോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. കാര്യം എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. അതൊരു 100% വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഒരു 99.9% വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാര്യം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. സാബുമാനെ ആണെങ്കിൽ അതിനകത്തോട്ട് കയറ്റി. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഒരു കാര്യമാണ്, അനുമോളുടെ പോലും ക്വാളിറ്റി ഇല്ലേടെ ഷോനവാസിന്. കാര്യം നമ്മൾ അനുമോളെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു മുന്നത്തെ പല വീഡിയോസിനകത്താണെങ്കിലും. ഷോനവാസിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അനുമോൾ കിടിലമായിട്ട് അവിടെ പ്ലേ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ അനുമോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് മുൻ സീസണിലെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടിട്ട് സാബുമോൻ ചേട്ടനാണെന്ന് എനിക്ക് സംശയമുണ്ട്. സാബുമോൻ തന്നെയാണെന്ന് കൺഫേം അനുമോൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ അതിനകത്ത് അത്യാവശ്യം നൈസായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. കാര്യം അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അവിടെ സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല, ഇതെന്താണെന്ന് കൃത്യമായിട്ട് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾ അവിടെ തൂക്കി. അനുമോളും കിടിലായിട്ട് തന്നെ ആ ഒരു ഗെയിമിനകത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്താ പറയുക നല്ലൊരു ഗെയിം എന്ന് പറഞ്ഞാൽ. ഒരു ഓപ്പോസിഷൻ വന്നേക്കുന്നത് അവിടെ ആയിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിനുശേഷം ബിഗ് ബോസ് ആണെങ്കിൽ ആരുടെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇത് അവരുടെ ടാസ്ക് എങ്ങനെയും പൊളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുകയായിരുന്നു ഷോനവാസ്. അന്ന് റിയാസ് അലിയും ആണെങ്കിൽ അകത്ത് കയറി വന്നപ്പോഴത്തേക്കിന് മറ്റൊരു ഗെയിം ഷാനവാസ് അവിടെ കളിച്ചപ്പോഴത്തേക്കിന് അത് നല്ലതായിരുന്നു, രസകരമായിട്ട് തന്നെയായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. എല്ലാ ടാസ്കും ഓക്കെ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും വേണ്ട, ഞാനായിരിക്കും ഇവിടെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഷോനവാസ് മറ്റേ മീശ വിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ തലയാട്ടി കാണിക്കുന്ന എന്ത് വെറുപ്പീരാണെന്നറിയാവോ, എന്ത് ഇറിറ്റേഷൻ ആണെന്നറിയാവോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻസിന് ഇപ്പം അനീഷ് എല്ലാ ദിവസവും ഓരോ ദിവസം ഇത്ര കണ്ടന്റ് ഉണ്ടാക്കുക, ഇത്ര ഡെലിവറി ചെയ്യുക, ബാക്കി പോയി കിടന്നുറങ്ങുക, ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനീഷിന് പോലും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വലിയ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇവർക്ക് പാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് പകരം നെവിനെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ, കാര്യം ഫുഡിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനെ കൊണ്ട് തയ്യാറായിട്ടിരിക്കുന്ന അത്രയും ദൃഢപ്രതിജ്ഞയോടെ നടക്കുന്ന ഒരു മനസ്സാണ് നെവിനുള്ളത്. ആ സമയത്ത് നെവിനെ വിളിച്ചില്ല. അതിന് പിന്നീട് ഇവർ കാരണം പറഞ്ഞേക്കാണ് അതിനെക്കാട്ടി അടിപൊളി. അതായത് 11ാമത് നിന്നെ പിന്നീട് വിളിക്കായിരിക്കും, അതാകുമ്പോൾ കുറച്ചധികം ഫുഡ് കിട്ടുമല്ലോ, അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ചധികം കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ആരെയും പറയുന്നുണ്ട്. എന്നാ ന്യായീകരണമൊക്കെയാണ് ഇത്. കൂടെ അക്ബർ എന്നിട്ട് പറയണത് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പോയി.
ബിഗ് ബോസും പറഞ്ഞു മോനെ അത് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ ടീംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ബിഗ് ബോസ് ഇതിനകത്ത് ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ മാറ്റാനെ കൊണ്ടുള്ള ഒരു ഗെയിം നടക്കുന്നുണ്ടോ? കാര്യം ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ വിസിബിളായി കാര്യം ആരിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ അതൊരു ഗ്രൂപ്പ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന അത് വേറൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. സാബുമാൻ അതിനകത്തോട്ട് വന്നിട്ടാണെങ്കിൽ ഈ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ പണ്ട് കാലം തൊട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെ ഗ്രൂപ്പായിട്ട് മാറുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോഴും ഇനി ഇവർക്ക് അറിയാതൊരു അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒരു ഹിന്റ് കൊടുക്കുകയാണോ എന്നുള്ളൊരു സംശയം തോന്നിപ്പോയി. കാര്യം 11 പേരായിട്ട് തിരിഞ്ഞല്ലോ. ഇനി ഒരു ഗ്രൂപ്പ് കളി അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും അടിപൊളിയായിട്ട് ഇവർ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് ഷോനവാസിന് പൊളിഞ്ഞു. കാര്യം ഷോനവാസിന് അവിടെ സ്പേസ് ഇല്ലാതെ പോയി നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷോനവാസിന് ഇത് കണ്ടിട്ട് പിടിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. നേരെ ആരുടെ അടുത്ത് മുടിഞ്ഞ കലിപ്പാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്, ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. എന്നോട് ഇയാളെ കളി തോട്ടിന് എന്തിനാ എന്നോട് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ? ഇയാളെ വേറെ ചൂടായിക്കൊണ്ടിരിക്കാനോട് ചേട്ടൻ വന്നതിന്റെ എന്താണെന്ന് നോക്കിയിട്ട് ഫൈറ്റ് ആവശ്യമില്ലാണ്ട് ഫൈറ്റ് ഞങ്ങളെ പേഴ്സണൽ കാര്യം. ഈ വിളിച്ചത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്ത് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മയെ ചേർത്ത് വിളിച്ചാണ് ചോദിച്ചത്. ഇനി എന്താ വിളിച്ചത്, എന്താ വിളിച്ചത് അപ്പൊ അതിന് ഭയങ്കര അല്ലെങ്കിൽ അമ്മ ചുണ്ട് ചേരാടിച്ച് പൊടിക്കാൻ. സത്യം പറഞ്ഞാൽ ഷോനവാസിന് ഷോ കാണിക്കാനും മീശ പിരിക്കാനും കഴിഞ്ഞ ദിവസം ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു എപ്പിസോഡ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആര്യം തന്നെയായിരുന്നു. അപ്പോൾ സ്പേസ് കിട്ടിയില്ലല്ലോ. അപ്പോൾ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് അറിയത്തില്ല. അമ്മയെ വിളിച്ച പോലെ എനിക്ക് തോന്നിയെന്നും പറഞ്ഞാണ് അങ്ങോട്ടേക്ക് പോയി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വയം ഞാനൊരു മോഹൻലാലാണ്, ഞാൻ ലാലേട്ടനെ പോലെയാണ് മീശ പിരി, മറ്റേ മെയിൽ ഷോനീസ് ഒക്കെ കാണിച്ച് ഞാൻ ഭയങ്കര എന്തോ സംഭവമാണെന്ന് കാണിക്കാനെ കൊണ്ടും, പിന്നെ ഈ പുറത്ത് റീൽസ് കട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ പോകുമല്ലോ, മാസ് ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് കട്ട്സ് പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ മീശ പിരിച്ച് കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക, ഇതൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര മാസാണ്. ഇതൊക്കെ കട്ട്സായിട്ട് വെളി വന്നിട്ട് ഭയങ്കര ലാലേട്ടനോട് ഉപമിച്ച് പോവുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഷോനവാസിന് അതിനകത്ത് വിചാരം. സത്യം പറഞ്ഞാൽ നല്ല വെറുപ്പിലാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് ആരിനെ പിടിച്ച് തെള്ളുന്നത്, അതോടെ നമുക്കൊന്ന് കാണാം. ടാസ്കും കുളവാക്കിയിട്ട് ഒരുമാതിരി കൊണച്ച പരിപാടി കാണിച്ചിട്ട് പിടിച്ച് നേരെ പോയി തെള്ളുകയാണ് ചെയ്തത്. കുറേ ആൾക്കാരുടെ കമന്റിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അതായത് ഫുഡിന് വേണ്ടിയിട്ട് സെൽഫിഷ്നെസ് കാണിച്ചിട്ടാണെങ്കിൽ ഫുഡ് കണ്ടപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം പറഞ്ഞു ഷാനവാസിനെ പോലും തള്ളിക്കളഞ്ഞു, ആദ്യമൊക്കെ അക്ബറിനെയൊക്കെയാണ് വിളിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു ടാസ്ക്കാണ്, ട്രസ്റ്റാണ്, അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് വിടുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ആരും ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെ ആൾക്കാർ കമന്റ് ബോക്സ് കിട്ടുന്ന ആരുടെയൊക്കെ PR ഫാൻസ് ഒക്കെ വന്ന് എന്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ആരും അവിടെ ആ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കുക, സീസൺ 4-നകത്താണെങ്കിൽ ഡോക്ടർ റോബിനെ പുറത്താക്കിയേക്കുന്നതിന്റെ കാര്യം എന്തായിരുന്നു? ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തതിന്റെ പേരാണ്? ആ വയ്യാത്തറക്കം റിയാസ് സലീമിനെ പിടിച്ചൊരു തേമ്പി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ഡോക്ടർ റോബിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഷാനവാസ് ചെയ്തേക്കുന്ന ഒരു കാര്യമില്ല, പിടിച്ച് തള്ളുകയാണ്, ഉന്താണ് ചെയ്തേക്കുന്നത്. ഇയാൾക്കാരാണ് ഇതിനുള്ള റൈറ്റ് കൊടുത്തേക്കുന്നത്. പല ആൾക്കാരെയും ഇത്തരത്തിൽ അവിടെ തള്ളുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ പറയാൻ മുന്നേ നോക്കുക, ഷാനവാസിനെ ഇങ്ങോട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് ചെയ്യൂ എന്നുള്ളത്. ഇങ്ങോട്ട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്? ഇതുപോലെ അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ള ഒരു തോന്നൽ ഷോനവാസിന് തോന്നി. ആ തോന്നലാണ് ഇത്തരത്തിൽ പോയിട്ട് ആരിനെ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നത്. ഈ ബിഗ് ബോസിന്റെ ക്രൂവോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും. അതിനുശേഷം വിളിച്ചിട്ട് ഇത് രൂക്ഷമായപ്പോഴത്തേക്കും അവിടെ ലിവിംഗ് ഏരിയയിൽ പിടിച്ചിരുത്തുന്നു, കുറച്ച് നേരം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു, അങ്ങനെ ഇതിനെ പിരിച്ചു വിടാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് ബിഗ് ബോസ് ഇതിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തത്? ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഇപ്പൊ പലപ്പോഴായിട്ട് ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഫേവറസ് നടത്തുന്നുണ്ട്. കാര്യം ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ ഷാനവാസ്. പലപ്പോഴും രുദ്രം കളിക്കാനും എന്തോ വലിയ മാസ് കളിക്കാനൊക്കെ കൂടെ ശ്രമിക്കുന്നുണ്ട്. ആരും അവിടെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്തുകൊണ്ട് ആ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ എടുത്തതുകൊണ്ടാണ്, ആ ഒരു സ്പിരിറ്റിൽ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇത് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു വലിയൊരു ചർച്ചയായിട്ട് പിന്നീട് പോകാണ്ടിരുന്നത്. ഇനി ബാക്കി കേൾക്കാം. കാരണം ആര് പറയുന്നുണ്ട് ഇത് നിന്റെ തോന്നലാണ്, അയാളുടെ തോന്നലാണ്, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇവിടെ അനീഷ് ശരിക്കും ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അനീഷിനെ കേൾക്കുന്നുണ്ടോ? ഞാൻ ആ കിച്ചന്റെ അവിടെ നടന്നപ്പോ എന്താ പറഞ്ഞേ, എന്റെ പൊന്നോ നീ അവിടെ പോയി പോടാ ഒന്ന് പോയി കൊണയുടെ വീര ഷാനവാസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓടിച്ചാടി നീ എന്റെ അമ്മ കയറി വിളിച്ചോ എന്ന് പറഞ്ഞ ചാടി വന്നത് അത് തെറ്റായി.
അത്രേ ഉള്ളൂ. നിങ്ങളെ അമ്മയുടെ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് എന്താ കള്ളം ഷോനവാസ് ഒരു വൃത്തിയായിട്ട് ഗെയിമല്ലേ കളിച്ചേക്കുന്നത്. ഇവിടെ ആരിന് ഭയങ്കര അടിപൊളിയായി എന്നുള്ളത് അവിടെ ഉള്ള എല്ലാവർക്കും മനസ്സിലായി. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ടാസ്ക് ചെയ്തു. ഇവർ പോലും അറിഞ്ഞില്ല, അത്ര അടിപൊളിയായിട്ട് തന്നെ ആ ടാസ്ക് അവിടെ നടത്തി, അവിടെ ചെയ്തു, അവർ വിൻ ചെയ്തു. ഇവിടെ ഷോനവാസിന് സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ വിൻ ചെയ്തപ്പോൾ ആ ടാസ്ക് നന്നായിട്ട് ചെയ്തു. ഓക്കെ, അവിടെ നേരെ ഒരു മൈൻഡ് ഗെയിം ആയിട്ടുള്ള രീതിയിൽ ഷോനവാസ് വിചാരിച്ചാണെന്നുള്ള എനിക്കറിയത്തില്ല. നേരെ പുടിനി ആരിനെ നെഗ് ആക്കണമല്ലോ. ഇത്രയും ചെയ്ത സാധനം തന്നെ ആണെങ്കിൽ എല്ലാം അതപ്പതിച്ച് കാണിക്കണമല്ലോ. അതിനായിട്ട് ഓക്കെ അവൻ അമ്മയ്ക്ക് വിളിച്ചെന്ന് തോന്നലിന്റെ പുറത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു, ഞാൻ എന്റെ ചെവിളുടെ ഓർമ്മ അടിക്കുന്നു പറഞ്ഞു. ആ ഒരു വാക്ക് യൂസ് ചെയ്തു. ഞാൻ അതല്ലേ പറഞ്ഞത്, എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെകിട് അടിച്ച് പൊളിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ തോന്നിക്കഴിഞ്ഞാൽ അതിന് വിളിച്ചില്ല. ഞാൻ പറഞ്ഞോളൂ, പോയതുമല്ല, ഞാൻ അത്രല്ലേ പറഞ്ഞോളൂ. എടാ എന്തുവാണ് ഈ പറയുന്നത്? വെറുതെ വന്നില്ല. എടാ നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ചെകിടടിച്ച് വിളിക്കും കേട്ടോ. എടാ നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചെകിടടിച്ച് വിളിക്കും കേട്ടോ. ചുമ്മാ ആൾക്കാരുടെ വെറുതെ തോന്നിയിട്ട് അങ്ങ് പറയണോ? അഥവാ അവർ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ ലാലേട്ടൻ്റെ അടുത്തും പറയൂ നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട്, ലാലേട്ടാ എങ്ങനെ എന്റെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചെകിടടിച്ചാൽ പൊട്ടിയും കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറയും ഇനി ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ മോനെ, അല്ല എനിക്കങ്ങനെ തോന്നില്ല ലാലേട്ടാ എന്ന് പറയുമോ? എന്ത് ചീപ്പ് ഗെയിം ആണോ ഇത്? സ്വഭാവം മാറും പറഞ്ഞ എന്താ ഉത്തരം? അത്രല്ലേ പറഞ്ഞോളൂ. ഇത് നീ എന്റെ അടുത്തേക്ക് വരുന്നതിനാ? അതാ ഒരാളെ അങ്ങോട്ട് സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത്. വെറുതെ നടക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അമ്മയെ ചെവിടിച്ചാൻ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? വരുത് അതിനുവേണ്ടി ഞാൻ എനിക്ക് തോന്നി പോലില്ല. നിങ്ങളുടെ അമ്മ ഇത്ര സില്ലി കേസിന് എന്തിനാണ് ഇങ്ങനെ അമ്മ വിളിയാ? ഇയാളുടെ അമ്മയ്ക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ എന്തിനാ ഇയാളുടെ അമ്മയ്ക്ക് വിളിക്കണ്ടേ? സില്ലി ആയിട്ടുള്ള ഒരു കാര്യം. സില്ലി കാര്യമല്ല, ഒരാളുടെ അമ്മ കയറി പറയുമ്പോ എനിക്ക് രണ്ടാളും വളരെ ആയിട്ടുള്ള ഒരു കാര്യത്തുമ്പിലാണ് പിടിച്ചു കയറുന്നത്. ഈ തോന്നലാണ് എന്നെ ഇടിക്കാൻ വന്നത്. പിന്നെ അനീഷ് പറയുന്നുണ്ട് സില്ലി ആയിട്ടുള്ള കാര്യത്തിലാണെന്ന്. പക്ഷേ ആര്യം പറയുന്നുണ്ട് ഇതാണോ സില്ലി ആയിട്ടുള്ള കാര്യം? അമ്മയ്ക്ക് വിളിച്ചുള്ള രീതിയിൽ അയാളുടെ തോന്നലിന്റെ പേരിലാണ് പറയുന്നത്. അത്ര സില്ലി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിടിച്ചെന്നിട്ട് ആരിനെ പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ? അനീഷ് ഇതൊക്കെയാണോ പറയുന്നത്? അനീഷിന്റെ സുഹൃത്താണ്, എന്താണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൃത്യമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പലപ്പോഴായിട്ട് ഇയാൾക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ അടിച്ച് തെളില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് ഒരാൾക്ക് ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. മുമ്പ് ഒരിക്കലാണെങ്കിൽ മറ്റേ മസ്താനിയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സാധനമായിരുന്നു. അക്ബർ ഖാനൊക്കെ ആണെങ്കിൽ ഗുണ്ടായിസം കാണിക്കുന്നു, അത് ഈ പാത്രം കഴിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെന്താണ്? ഇയാൾക്ക് ഒരു സ്പേസ് കിട്ടിയില്ല, ഇയാൾക്ക് മാസ് കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ച് ഇത്രയും ഫിസിക്കൽ അഗ്രഷൻ ഒക്കെ കാണിക്കുന്നത്. ഇങ്ങനെ ഒരാൾ അതിനകത്ത് എന്തിനാണ് ഇത്രയും നാൾ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്? പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ അതിനകത്ത് വാഴ്ത്തല്ല വേണ്ടുന്നത്. പലപ്പോഴായിട്ട് വീക്കെൻഡ് എപ്പിസോഡുകളിലും അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഭയങ്കരമായിട്ട് ഷാനവാസിനെ ഫേവർസും ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഫേവർസും കിട്ടുന്ന രണ്ടാൾക്കാർ, ഒന്ന് ഷാനവാസും, രണ്ട് അനുമോളാണ്. അനുമോളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംഭവം അവിടെ നടക്കുന്ന റിവേഴ്സ് സൈക്കോളജിയാണ്. ഏറ്റവും കൂടുതൽ ഒരാളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും അയാളുടെ അടുത്ത് തോന്നുന്ന ഒരു സഹതാപ തരമ്പ്, അത് വെച്ചുള്ള ഒരു ഗെയിം, അത് വെച്ചുള്ള ഒരു കോണ്ടന്റ്, അതാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴായിട്ട് അനുമോൾ എന്ത് പറഞ്ഞാലും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിന് വേറൊരു കാര്യമുണ്ട്, അനുമോളുടെ പലപ്പോഴായിട്ടുള്ള കയ്യിലിരിപ്പം അതും കാര്യമാകുന്നുണ്ട്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ഫേവറിസം രണ്ട് കൂട്ടർക്ക് അവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് പലർക്കും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ഷാനവാസിന്റെ കുറച്ചുകൂടെ എവിഡന്റ് ആണെന്ന് തോന്നുന്നു. അനുമോളുടെ അത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലെന്നു. പക്ഷേ എന്താണെങ്കിലും അനുമോൾ ആണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനകത്ത് അതിമനോഹരമായിട്ട് തന്നെ ആണെങ്കിൽ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ആകപ്പാടെ എനിക്ക് അനുമോൾ ഇത്രയും ദിവസങ്ങളായിട്ട് എന്ത് ചെയ്തു എന്ന് ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഗെയിമിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഷാനവാസ് അല്ല ഷോനവാസ് എന്തുവാടെ ഒരു ടാസ്ക് കിട്ടിയാൽ അത് മനോഹരമായിട്ട് ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് പോയി പിടിച്ച് തെള്ളുക, തനിക്ക് സ്പേസ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തോന്നിയാസങ്ങളെ കാണിക്കുക, മീശ പിരിക്കുക, പുറത്ത് കുറെ കട്ട്സ് കാര്യങ്ങളൊക്കെ പോകും, അടിപൊളിയാണ് മാസാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വെറുപ്പിലാണ് ഉള്ള കാര്യം പറയാമല്ലോ. ഇനി ഇതിനകത്ത് താഴോട്ട് വന്നിട്ട് ഷാനവാസിനെ ഫാൻസ് ആയിട്ടും PR ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇനി എന്ത് പറയാനുള്ള എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, മുമ്പ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അനുമോളുടെ കാര്യത്തിലാണ് അങ്ങനെ തന്നെയാണ്. വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക, സപ്പോർട്ട് ചെയ്യേണ്ടതിനെ സപ്പോർട്ട് തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.